പ്രയാഗ് കുംഭമേളയിലൂടെ വൈറലായ മൊനാലിസയെ വിവാഹം ചെയ്യാൻ കാമുകൻ ഫർമാൻ ഖാന് എല്ലാവിധ സഹായവും നൽകിയത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു. പെൺകുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞില്ല എന്ന ആരോപണം പുറത്തുവന്നതിനു ശേഷം മന്ത്രിക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഉയർന്നിരിക്കുന്നു. ഈ സമയത്താണ് സോഷ്യൽ മീഡിയകളിൽ +2 പഠിക്കുന്ന ഒരു ആൺകുട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് എഴുതിയ കത്ത് പ്രചരിക്കുന്നത്. ഇത് വായിച്ച് ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിലാണ് ജനങ്ങൾ. ആ കത്തിൽ പറയുന്നത് ഇങ്ങനെ: പ്രിയപ്പെട്ട മന്ത്രി അപ്പൂപ്പ, ഞാൻ +2-ൽ പഠിക്കുവാണ്. എക്സാം തുടങ്ങി. പഠിക്കാനൊന്നും സാധിക്കുന്നില്ല. മനസ്സിൽ ഭയങ്കര ടെൻഷനാണ്. എനിക്ക് ഒരുമിച്ചു പഠിക്കുന്ന പെൺകുട്ടിയുമായി ഞാൻ ഇഷ്ടത്തിലാണ്. 2 മതവിഭാഗത്തിൽ ജീവിക്കുന്ന ഞങ്ങളെ വിവാഹം കഴിക്കാൻ വീട്ടുകാർ സമ്മതിക്കില്ല. ഞങ്ങൾ ഒളിച്ചോടി പോകുവാൻ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്നലെ അപ്രതീക്ഷിതമായി അവളെ വിളി വന്നത്. TV കാണാൻ പറഞ്ഞു. ഞാൻ ഓടിപ്പോയി കൈരളി ന്യൂസ് വെച്ചു. അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അഭിമാനം തോന്നി. ഞങ്ങളുടെ മന്ത്രി അപ്പൂപ്പൻ ഉത്തർപ്രദേശ് സ്വദേശികളുടെ വിവാഹം നടത്തിക്കൊടുക്കുന്നു. രോമാഞ്ചമായിരുന്നു ഞങ്ങളുടെ മന്ത്രി അപ്പൂപ്പനെ ഓർത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ജനം TVയിൽ മറ്റൊരു വാർത്ത കണ്ടു. മന്ത്രി അപ്പൂപ്പൻ വിവാഹം നടത്തിക്കൊടുത്ത പെൺകുട്ടിക്ക് 17 വയസ്സായുള്ളൂ എന്ന്. അതോടെ ഒളിച്ചോടാനുള്ള ഞങ്ങളുടെ പ്ലാൻ വേണ്ടെന്ന് വെച്ചു. എൻ്റെ പെണ്ണിനും 17 വയസ്സായേയുള്ളൂ. ഏതേലും അമ്പലത്തിൽ വെച്ചായാലും ഞങ്ങളുടെ വിവാഹം നടത്തിത്തരണം. ജോലിയൊന്നുമില്ലാത്തതിനാൽ ഒരു താലിമാല പാർട്ടി ഫണ്ടിൽ നിന്നും വാങ്ങിച്ചു തരണം. അപ്പൂപ്പൻ ഞങ്ങളുടെ ഹീറോ ആണ്. നിയമസഭയിൽ അപ്പൂപ്പൻ്റെ മുണ്ട് മടക്കി കുത്തി എല്ലാം അടിച്ചു പൊളിക്കുന്ന വീഡിയോ കാണുമ്പോൾ രോമാഞ്ചമാണ്. അത് ഞങ്ങൾ ഡെയിലി കാണും. സ്ഫടികം സിനിമയിൽ മോഹൻലാൽ മുണ്ടൂരി അടിക്കുന്ന സീനില്ലേ, അതുപോലെ ത്രില്ലായിരുന്നു. അവളെ ഉപ്പയും ഇക്കാക്കയും ഞങ്ങളെ ഇടിക്കാൻ വന്നാൽ അപ്പൂപ്പൻ അതുപോലെ ഇടിക്കണം. അപ്പൂപ്പന് നല്ലത് വരുത്താൻ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വരുന്ന മഴക്കാലത്തിന് മുൻപ് ഞങ്ങളുടെ വിവാഹം നടത്തിത്തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.